കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ നടത്തി. മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു കൺവെൻഷൻ നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മെയ് 5 വൈകുന്നേരമാണ് നടക്കുക. 6 കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സർവീസ്. 13 സർവീസുകളാണ് ജിദ്ദയിലേക്ക് നടത്തുക. സൗദി എയർലൈൻസിന് കീഴിലുള്ള ഫ്ലൈ അദീൽ കമ്പനിയാണ് കണ്ണൂരിൽ നിന്ന് ഈ വർഷം ഹജ്ജ് സർവീസ് നടത്തുന്നത്. 4286 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളത്തിലെ പുറപ്പെടൽ കേന്ദ്രം വഴി ഹജ്ജിന് പോകുന്നത്. വിമാനത്താവളത്തിൽ പാസഞ്ചർ ടെർമിനൽ കെട്ടിടത്തിനും പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള സ്ഥലത്താണ് ഹജ്ജ് ക്യാമ്പ് സജ്ജീകരിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ യാത്രാസൗകര്യങ്ങളും താമസസൗകര്യങ്ങളും മറ്റെല്ലാം ഇതിന്റെ ഭാഗമായി കൊടുക്കുന്നു. അപൂർവമായിട്ടുള്ള ഒരു ജനസഞ്ചയമാണ് ഈ ദിവസങ്ങളിൽ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അനുഷ്ഠാനിക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരിൽ ഒരു 4ാം തവണയാണ്, 3 തവണ നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ പരാജയമില്ലാതെ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ തന്നെ. ഹജ്ജ് കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി അധ്യക്ഷനായിരുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത്, ഇരിട്ടി നഗരസഭാ ചെയർമാൻ V വിനോദ് കുമാർ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C സജീവൻ, അൻസാരി തില്ലങ്കേരി, സുരേഷ് മാവില, A മധുസൂദനൻ, അണിയേരി അച്യുതൻ, D മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. ഡയമണ്ട് ടൈൽ ഗാർഡ്, കറയും പൂപ്പലും ഇനി വഴിക്ക് വരില്ല. ഇനി എല്ലാരും ചോദിക്കും ഏതാ പെയിന്റ് എന്ന്. ഡയമണ്ട് ടൈൽ ഗാർഡ് ഫ്രം ഡയമണ്ട് പെയിന്റ്സ്.